ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് മാത്രമല്ല, നമ്മൾ തുമരപ്പയർ വീട്ടിൽ തന്നെ നട്ടു പറിച്ചതാണ്. അപ്പോൾ അത് പറിക്കുന്നതും കുക്കിംഗ് ചെയ്യുന്നതും രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു, ചായയും കൂടി കഴിഞ്ഞു. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ, തുമര പറിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇത് തുമര പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഉമ്മച്ചി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പറിക്കാനായിട്ട്. ഞാൻ പിന്നെയാണ് കേട്ടോ ചെന്നത്. അപ്പോൾ എൻ്റെ ഒരു വിധം അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉമ്മച്ചി പറിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വേറെ ഉച്ചക്കത്തേക്ക് കറിയൊന്നും കിട്ടാത്ത കാരണം ഇതും തന്നെ മൂത്ത് കിടപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ചയും കണ്ടായിട്ടോ. പറിക്കണം എന്ന് വിചാരിക്കുന്നു, അല്ലാണ്ട് നന്നായിട്ട് പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുഴുവനായിട്ടും പറിക്കാറായില്ല, തിരിഞ്ഞാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ ഈ തുമരയൊക്കെ ഒരുവിധം വീടുകളിലൊന്നും കാണില്ല കേട്ടോ. പണ്ടൊക്കെ എല്ലായിടത്തിലും കണ്ടേനെ. ഇപ്പോൾ അങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് പറിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞാണ് പറിക്കണത്. മൊത്തമായിട്ടൊന്നും പറിക്കാറായിട്ടില്ല. അപ്പോൾ ആദ്യം ഉണ്ടായതൊക്കെയാണ് പഴുത്ത് കിടക്കുന്നത്. പിന്നെ ഉണ്ടായതൊക്കെ മൂത്ത് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ലോണം പഴുത്തത് മാത്രമാണ് പറിക്കുന്നത്. നമ്മളിപ്പോൾ പച്ച പറിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് പച്ച കളറായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പഴുത്തതാണ് പറിക്കുന്നത് വെച്ചെങ്കിൽ അതിന് അത്ര തന്നെ വരില്ല കേട്ടോ. പയറും തന്നെ മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മൂത്ത പയറാണെങ്കിൽ, നല്ല പഴുത്ത പയറാണെന്നുണ്ടെങ്കിൽ പയർ ഒരുക്കിയെടുക്കുന്ന സമയത്ത് വെള്ള കളറായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പച്ച പറിക്കുകയാണെങ്കിൽ പച്ച കളറായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല പഴം നോക്കിയെങ്ങാണ്ട് പഴുത്തത് മാത്രമാണ് പറിച്ചിരിക്കുന്നത്. തിരിഞ്ഞാണ് കേട്ടോ പറിക്കുന്നത്. ഞാനും ബാബിച്ചിയും ഉമ്മച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നാണ് പയർ പറിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പയർ കുറച്ചധികം തന്നെ പറിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരുക്കിയെടുക്കുന്ന സമയത്ത് കുരു പകുതി, ബാക്കി മൊത്തം തൊണ്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ പകുതി ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടാനൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വേണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ പയറൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ.
തുമരയൊക്കെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ തുമരയൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് ഒരിക്കണം. അപ്പോൾ അത് ഇത്രയും തുമര ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 3 തുമരയുണ്ട്. ഒരെണ്ണം പറ്റ പിഞ്ചാണ്, അതിൽ പൂത്തിട്ടേ ഉള്ളൂ കേട്ടോ, കായ ആയിട്ടില്ല. പിന്നെ 2 എണ്ണത്തിലാണ് കേട്ടോ കായ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ 2-ലുള്ളതും ഞങ്ങൾ മൂത്തേക്കണയൊക്കെ നന്നായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പറിക്കുന്ന സമയത്ത് ഇപ്പോൾ പച്ച പറിക്കുവാണെങ്കിൽ നമുക്കത് ഒരിക്കെടുക്കാൻ പാടാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്തത് പറിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് മൂപ്പ് കുറവുള്ളതും നല്ല മൂത്തതും നമുക്ക് പൊളിച്ചിടുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ. നല്ല മൂത്തതിന് ഇച്ചിരി വെള്ള കളറായിരിക്കും, മൂപ്പ് കുറവുള്ളതിന് പച്ച കളറും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഒരുക്കി തുടങ്ങിയുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയും കൂടെ അത് മുഴുവനായിട്ടൊന്ന് ഒരുക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ഒരുക്കിയെടുക്കട്ടെ. അങ്ങനെ അതേ പയറൊക്കെ ഒരുക്കിയെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല വെള്ള കളറായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പെരക്കകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതേ കളറൊക്കെ മാറി കേട്ടോ. അപ്പോൾ വെട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് കേട്ടോ അത്. പിന്നെ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കറി വെക്കാനായിട്ട്. അപ്പോൾ അതേ ഒരു പ്ലേറ്റ് ഉണ്ട് കേട്ടോ, തുമര ഒരുക്കിയെടുത്ത കുരു, അതേപോലെ തന്നെ നമ്മൾ പറിച്ചെടുത്ത് അത്രയും തന്നെ തൊണ്ടും ഉണ്ട് കേട്ടോ. നേർ പകുതിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പറിച്ചെങ്കിലേ നമ്മുടെ ആവശ്യത്തിന് കറി വയ്ക്കാൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കാനായിട്ട് വെള്ളത്തിൽ ഒരു ചീഞ്ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഒരുപാട് ചെളിയും പൊടിയും ഒന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തായതുകൊണ്ട് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ പോയി കിട്ടുവാണെങ്കിൽ അവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടേക്കണേ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാകും. ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അതേ 2 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ തുമര 2 രീതിയിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചാറ് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം, അതല്ല ചാറല്ലെങ്കിൽ നമുക്ക് തോരനായിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചാറാണ് വെക്കണത്. അപ്പോൾ ഞാൻ കഴുകിയെടുത്ത ഒരു തുമര ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടും കണ്ട് ഇതേ കലത്തിലേക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടെ ഒന്ന് ചിരവി എടുക്കണം കേട്ടോ. അങ്ങനെ ഇതേ ആവശ്യമുള്ള തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തും കണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ തുമര തോരൻ വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അത് വെന്ത് കിട്ടണ അത്രയും വെള്ളം മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും അതേപോലെ തന്നെ തേങ്ങ ചിരവി ഇടുന്നതും ഒരു പകുതി സവാളയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ തോരൻ വെക്കും പോലെ തന്നെ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിവിടെ തുമര ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം പോരാട്ടോ, അത് വെന്ത് കിട്ടാനുള്ള വെള്ളം അതിലുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൗവിൽ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിങ്ങാണ്ട് അതിലേക്ക് കൊണ്ടുവന്ന് ഊറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ തുമര വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധമൊക്കെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് 2 കഷ്ണം ചെറുതാണ് കേട്ടോ കുടപ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനതൊന്ന് വെന്തെങ്ങാണ്ട് പുളിയൊക്കെ അതിൻ്റെ അകത്ത് പിടിക്കണം. പിന്നെ ഇത് തുമര അരപ്പ് ചേർക്കണ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചേക്കണയാണ്, പക്ഷേ എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്കൊന്ന് ഹാങ്ങായി സ്വിച്ച് ഓഫ് ആവണ ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചേക്കണ വീഡിയോ പെട്ടെന്നാണ് കേട്ടോ. വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയത്. ഓണായി കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ചേക്കണ വീഡിയോ അതിൻ്റെ അകത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അരപ്പ് ചേർക്കണ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ അതില്ല കേട്ടോ. നമുക്ക് പിന്നെ ഒന്നും അറിയാനോ ഒന്നുമില്ല. കുടപ്പുളി ഇട്ട് കഴിഞ്ഞ് പുളി പയറിലേക്ക് പിടിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി കറി ഒന്ന് താളിച്ച് കൊടുക്കണം. 2 ഉള്ളി അരിഞ്ഞ് 2 കടുകും പൊട്ടിച്ച് ഇത് കറി ഒന്ന് താളിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഭയങ്കര ഇതായിപ്പോയിട്ടോ. പിന്നെ കഴിക്കാൻ നേരത്താണ് ഞങ്ങൾ കറി താളിച്ചുള്ളൂ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പിടിച്ചോ ഇല്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുമായിരുന്നു. രാവിലെ ഇപ്പോൾ ഒരു പ്രാവശ്യം ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ സ്വിച്ച് ഓഫ് ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.